ഈ ചൂടത്ത് ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു വാട്ടർ എയർ കൂളർ ഉണ്ടാക്കിയാലോ? ഈ ഒരു എയർ കൂളർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന 5 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ജാറാണ്. ഇതിന്റെ എയർ ഫ്ലോയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്ന 220 വോൾട്ട് എ സിയിൽ പ്രവർത്തിക്കുന്ന ഇതുകൊണ്ടൊരു കുഞ്ഞ ഫാനാണ്. നമുക്ക് ആദ്യം കണ്ടെയ്നർ അടപ്പിലോട്ട് ഫാൻ വെച്ച് കൊടുത്തിട്ട് ഫാനിന്റെ അകത്തെ അളവ് കിട്ടുന്ന രീതിയിൽ ഒരു വട്ടം വരച്ചു കൊടുക്കാം. ഇനി മാർക്ക് ചെയ്ത ഭാഗം മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാം. അത് കഴിഞ്ഞ് നമ്മുടെ ഫാനിന്റെ ഹോളുകളൂടെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് മെഷീൻ ഉപയോഗിച്ച് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് ഹോളൂടെ ഇട്ടെടുക്കാം. ഇനി ഞാൻ ഇതുകൊണ്ട് 4 സൈക്കിൾ സ്ക്രൂ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫാനിന്റെ പുറത്തോട്ട് കാറ്റ് തള്ളുന്ന ഭാഗം ജാറിനകത്തോട്ട് കാറ്റ് കിട്ടുന്ന രീതി വെച്ചിട്ട് സൈക്കിൾ സ്ക്രൂ ഉപയോഗിച്ച് ഫിറ്റ് ചെയ്യാം. ഇനി ഇത് കണക്ക് 2 എൽബോ ഞാൻ എടുത്തിട്ടുണ്ട്. എൽബോ ഫാനിന്റെ ഫ്രണ്ട് ഈ ഒരു പൊസിഷൻ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. റൗണ്ട് മാർക്ക് ചെയ്ത ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടോട്ട് എൽബോ വെച്ചിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അതുകൊണ്ട് തന്നെ അടുത്ത എൽബോയും വെച്ചിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി തിരിച്ച് വെച്ചിട്ട് നമുക്ക് അകത്തൊന്നും ഗ്ലൂ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒട്ടിക്കുമ്പോഴത്തെ എയർ ലീക്കിന്റെ സാധ്യത വളരെ കുറയും. ഇനി ഈ ഒരു എയർ കൂളറിനകത്ത് ഞാൻ ഒരു മിസ്റ്റ് മേക്കർ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ടൈപ്പ് മിസ്റ്റ് മേക്കറാണ് ഈ ആഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അസംബിൾ ചെയ്തെടുക്കുകയും ചെയ്യാം. ഈ ഒരു സ്പോഞ്ച് പോണക്കുള്ള മെറ്റീരിയലാണ് ഈ മിസ്റ്റ് മേക്കറിന്റെ സെൻസറിലോട്ട് വെള്ളത്തെ എത്തിച്ചു കൊടുക്കുന്നത്. ഈ സെൻസറിന്റെ വേറെ ഈ മൊഡ്യൂൾ നമുക്ക് കണക്ട് ചെയ്യാം. ഈ ഒരു മൊഡ്യൂളിൽ ഓൺ ഓഫ് സ്വിച്ചും വരുന്നുണ്ട്. കൂടാതെ ഈ മൊഡ്യൂൾ 3 to 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അടുത്തായിട്ട് എൽബോയുടെ ഔട്ട് നമുക്ക് ഈ ഒരു മിസ്റ്റ് മേക്കർ ഒട്ടിച്ചു കൊടുക്കാം. ഇതിനായി ഈ മിസ്റ്റ് മേക്കർ ഒരു ബാംബൂ സ്റ്റിക്കിലോട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലൂ ഗണ്ണിന്റെ സഹായത്തോടെ എൽബോയിലോട്ട് ഒട്ടിക്കാം. ഇതുപോലെ നമുക്ക് അപ്പർ സൈഡ് എൽബോയിലും ഒട്ടിച്ചെടുക്കാം. ഇനി ഒരു സെൻസറിന്റെ വയർ പുറത്തോട്ട് പോകാൻ വേണ്ടി നമുക്ക് ഒരു ഹോൾഡ് കൊടുത്ത് സെൻസറിന്റെ വയർ രണ്ടും പുറത്തോട്ട് എടുക്കാം. ഇതാണ് മിസ്റ്റ് മേക്കറിന്റെ കൺട്രോളിംഗ് ബോർഡ്. ഇതിനകത്ത് വരുന്ന പവർ ലൈൻ രണ്ട് നമുക്ക് സിംഗിൾ ലൈനായിട്ട് എടുക്കാം. അതാകുമ്പോൾ നമുക്ക് ഒറ്റ സ്വിച്ചിൽ ഈ രണ്ട് മിസ്റ്റ് മേക്കറും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. ഇനി ഒരു മിസ്റ്റ് മേക്കറിന്റെ മൊഡ്യൂൾ ഞാൻ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സെൻസറിൽ നിന്ന് വരുന്ന വയർ നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാം. അടുത്തായിട്ട് 2 സ്വിച്ച് വരുന്ന ഒരു PVC ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഫാനിന്റെ സൈഡിലോട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചു കൊടുക്കാം. ഇനി ഫാനിൽ നിന്ന് വരുന്ന വയറും മിസ്റ്റ് മേക്കറിൽ നിന്ന് വയറും നമുക്ക് ഈ ഒരു ബോക്സിനകത്തോട്ട് എടുക്കാം. ഇനി 240 വോൾട്ട് AC-യെ 5 വോൾട്ട് DC ആക്കുന്ന ഒരു മൊഡ്യൂൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് ഒരു ട്യൂബിൻ വയർ എടുത്തിട്ട് അതിന്റെ ഒരു എൻഡ് നമുക്ക് PVC ബോക്സിനകത്തോട്ട് കടത്തി കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ഒരു വയർ നമുക്ക് സ്വിച്ചിന്റെ ഒരു ലെഗിലോട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് അതേ സ്വിച്ചിൽ നിന്ന് ഒരു വയർ കണക്ട് ചെയ്ത് നമുക്ക് അടുത്ത സ്വിച്ചിന്റെ ലെഗിലോട്ടും കണക്ട് ചെയ്യാം. ഇനി ഫാനിൽ നിന്ന് വരുന്ന അടുത്ത വയർ നമുക്ക് ഒരു സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യാം. ഇനി നമ്മൾ എടുത്ത AC to DC കൺവെർട്ടറിന്റെ ഇൻപുട്ട് വയറിലോട്ട് 2 വയർ നമുക്ക് സോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വയർ എടുത്തിട്ട് നമുക്ക് അടുത്ത സ്വിച്ചിന്റെ ലെഗിലോട്ടും കണക്ട് ചെയ്യാം. ഇനി ഫാനിൽ നിന്ന് മൊഡ്യൂളിൽ നിന്ന് വരുന്ന വയർ നമ്മൾ മെയിൻ സപ്ലൈ വയറായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഷോർട്ട് ആവാതിരിക്കാൻ ഇൻസുലേഷനോട് ഇട്ട് കൊടുക്കാം. ഇനി മിസ്റ്റ് മേക്കറിൽ നിന്ന് വയർ നമ്മൾ DC കൺവെർട്ടറിന്റെ ഔട്ട്പുട്ട് ലൈനിലോട്ട് കണക്ട് ചെയ്യാം. നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോകണം കണക്ട് ചെയ്യാനായിട്ട്. ഇനി ഈ കൺവെർട്ടർ നമുക്ക് PVC ബോക്സിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു PVC ബോക്സ് അടച്ചെടുക്കാം. അങ്ങനെ ഈ ഒരു കൂളറിന്റെ ഏകദേശം വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ അടിഭാഗം എടുത്തിട്ട് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ തണുപ്പ് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഐസ് കട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ടോപ്പ് കവർ അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ പവർ ലൈൻ കൊടുക്കാം. ഇനി ആദ്യത്തെ അടി ഒരു സ്വിച്ചിലുണ്ട് നമുക്ക് ഫാൻ ഓൺ ആയി കൊടുക്കാം. ഈ ചെറിയ സാധനം ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ കാറ്റ് വരുന്നത് കാണാൻ വേണ്ടിയാണ്. അല്ലെ ചിലർ പറയും കാറ്റ് വരുന്നില്ലെന്ന്. എന്തായാലും നമുക്ക് ഓൺ ചെയ്യാം. കണ്ടില്ലേ ഗൈസ്. അടുത്ത നമുക്ക് മിസ്റ്റ് മേക്കർ ഓൺ ചെയ്യാം. ഈ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മിസ്റ്റ് മേക്കർ ഓൺ ആകത്തില്ല. ഈ മിസ്റ്റ് മേക്കറിൽ തന്നെ 2 സ്വിച്ച് ഉണ്ട്. അത് ഇട്ട് കൊടുത്താലേ മിസ്റ്റ് മേക്കർ ഓൺ ആകത്തുള്ളൂ. നമുക്ക് ഓൺ ചെയ്യാം. ഇപ്പോൾ ഇത്ര എയർ ഫ്ലോ ഉള്ളതുകൊണ്ട് നമുക്ക് മിസ്റ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ല. നമുക്ക് ഈ ഒരു ഫാൻ ആദ്യം ഓഫ് ചെയ്യാം. ഫാൻ ഓഫ് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഗൈസ്, നമുക്ക് ഏതൊരു മിസ്റ്റ് വരുന്നത് കാണാം അല്ലേ. ഐസെല്ലാം ഒരുക്കി തരുന്നതിനകത്ത് നോർമൽ ടെമ്പറേച്ചറുള്ള കാറ്റ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് പേജിൽ നിന്ന് ഫോളോ ചെയ്യുക.